പൊങ്കാലയുടെ ഷോപ്പിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പോൾ തന്നെ ഒരു നേരമായി കേട്ടോ. ഇത്തവണ ഞാൻ എന്തായാലും വീട്ടിൽ പൊങ്കാല ഇടാനാണ് വിചാരിക്കണത്. അപ്പോൾ സ്റ്റെപ്പ് കയറി വന്ന ഉടനെ തന്നെ ഇതുപോലെ കുറച്ചൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ പൊങ്കാല ഇടാനുള്ള പ്ലാനാണ്. എന്നിട്ട് സിറ്റ് ഔട്ടും ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനുള്ള പരിപാടിയാണ്. ആദ്യം ഞാൻ തന്നെ തൂത്ത് വൃത്തിയാക്കി വേസ്റ്റ് ഉണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോയി കത്തിച്ചു. എന്നിട്ട് ആ സിറ്റ് ഔട്ടൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വരെയും ഞാൻ അമ്പലത്തിൻ്റെ നടയിൽ പോയിരിക്കാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ റോഡിലൊക്കെ കവടിയാറൊക്കെയാണ് ഞാൻ പോയിടുന്നത്. കഴിഞ്ഞ തവണ പോയപ്പോൾ ഭയങ്കരമായിട്ട് അടി നടന്നു കേട്ടോ. കാരണം നമ്മൾ കല്ലൊക്കെ പിടിച്ചിട്ടിരുന്ന സ്ഥലത്ത് വേറെ ആൾക്കാരൊക്കെ വന്നിരുന്നു പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കല്ല് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ മുതൽ ഞാൻ വീട്ടിലേ ഇടുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സിറ്റ് ഔട്ട് ഞാൻ പറഞ്ഞില്ലേ പൊങ്കാല ഇടുന്ന പോർഷൻ ഒന്ന് നല്ല സോപ്പ് പതയൊക്കെ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി സെറ്റാക്കി. എന്നിട്ട് പാറുകുട്ടി വിളക്ക് ഒക്കെ കഴുകുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ വീട് മൊത്തം വലയടിച്ച് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ.